ഈ ചൂരൽമലയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ദിശയെന്ന് പറയുന്നത് നിർണായകമായ നിമിഷങ്ങളാണ് ഇനി ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഉരുൾപൊട്ടിയിരുന്നു, അഞ്ചാമത്തെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തനം അല്പം നേരത്തേക്ക് ഒന്ന് മന്ദീഭവിപ്പിക്കാൻ കാരണമായി. പിന്നീട് അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ കാലാവസ്ഥ ഇതുവരെ തെളിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റിസോർട്ടിൽ ഇന്നലെ 24 മണിക്കൂറിലധികമായി കുടുങ്ങിക്കിടന്നിരുന്ന 12ഓളം വരുന്നൊരു സംഘത്തെ ഇപ്പോൾ രക്ഷപ്പെടുത്തി. മുണ്ടക്കൈയിലുള്ള ഒരു കുടുംബത്തെ 7-8 പേർ അടങ്ങുന്ന ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത് തത്സമയം നമുക്ക് കാണാമായിരുന്നു. തീർച്ചയായും ആ നായയെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കാരണം അവനെവിടെയോ അവന് ലഭിക്കുന്ന സന്ദേശങ്ങൾ അനുസരിച്ച് അവൻ തിരയുകയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടാകാം. അങ്ങനെയാണ് പലപ്പോഴും നാം കണ്ടിട്ടുള്ളത് മുൻകാലങ്ങളിലുമൊക്കെ. എന്തായിരുന്നാലും ഇപ്പോൾ ചൂരൽമലയുടെ ഒരു ഭാഗത്ത്, തകർന്നടിഞ്ഞു പോയ ഭാഗത്ത്, സ്കൂൾ അടക്കം നിലനിന്നിരുന്ന പ്രദേശത്ത്, വീടുകളും ജീവിതവും നടമാടിയിരുന്ന പ്രദേശത്താണ്, ഇളകിമറിച്ച ആ പ്രദേശത്താണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. സ്വാലിഹ് വിവരങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാലിഹ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇനി ഈ ബെയിലി പാലം നിർമ്മിക്കുക എന്നുള്ളതാണ്. കാരണം പാലം ഒലിച്ചു പോയതുകൊണ്ട് പ്രവർത്തകർക്ക് കറങ്ങിയാണ്, ആ ചെളിയിലൂടെ നടന്നാണ് പോകേണ്ടിയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരേണ്ട സാഹചര്യം ഉണ്ടായത്. അതൊക്കെ നാം തത്സമയം കണ്ടതാണ്. ഇവിടെ എവിടെയോ ഒരു ജീവിതം ഉണ്ടായിരുന്നു. നോക്കൂ, ആ ഫാൻ അടക്കം, സീലിംഗ് ഫാൻ അടക്കം താഴേക്ക് വന്ന് മറിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്വാലിഹ്, പക്ഷെ മഴയുണ്ടെന്ന് തോന്നുന്നു. സ്വാലിഹ്, അജിംഷാദ്, നേരത്തെ മഴ തുടങ്ങുന്നുണ്ട്, വലിയൊരു ആശങ്കയുള്ള തരത്തിൽ മഴ തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴ ഉണ്ടായാലുള്ള പ്രശ്നം ഈ പുതഞ്ഞു കിടക്കുന്ന ചളിയാണ്. ഇതിനകത്ത് രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാവും. ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്ക് അത് വലിയ തടസ്സമുണ്ടാക്കും. സ്വാഭാവികമായും ഈ മണ്ണ് മാറ്റുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് മണ്ണും വെള്ളവും ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഈ കോൺക്രീറ്റൊക്കെ മാറ്റിയുള്ള പരിശോധനയ്ക്ക് അത് വലിയ തടസ്സമുണ്ടാക്കും. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിലായി അവിടെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ സൈനിക സംഘങ്ങളൊക്കെ ഇപ്പോഴും വളരെ സജീവമായി തന്നെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി തന്നെയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടരുന്നുമുണ്ട്. ഈ പാലത്തിൻ്റെ നിർമ്മാണം ഉച്ചയോടെ പൂർത്തിയാവുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും. നമുക്ക് ഈ വീണ്ടും അടുത്ത മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം, അതിനുള്ള ശ്രമങ്ങളിലേക്ക് ഈ NDRFൻ്റെ ഒക്കെ സംഘം കടക്കുകയാണ്. അതോടൊപ്പം തന്നെ പാലത്തിൻ്റെ നിർമ്മാണവും വളരെ വേഗത്തിൽ തന്നെ നടന്ന് വരുന്നുണ്ട്. മഴ നന്നായി തുടങ്ങുന്നുണ്ട്. അത് വലിയൊരു ആശങ്ക നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്.